പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, കുടുംബം, ക്രിസ്തീയ കുടുംബം, സമൂഹം, സഭ ഒരിക്കലും കോടതിയല്ല. കോടതികളുടെ പ്രത്യേകതകൾ നിലനിൽക്കുന്ന കുടുംബം, സമൂഹം ഒരിക്കലും ക്രിസ്തീയ കുടുംബമോ സമൂഹമോ അല്ല. കോടതി തെളിവുകളും ഉദാഹരണങ്ങളും നിരത്തി സ്വയമോ ആളുകളെ കൂട്ടിയോ വാദിച്ച് ഞാനാണ് ശരി, നീയാണ് തെറ്റ്, ഞങ്ങളാണ് ശരി, നിങ്ങളാണ് തെറ്റ് എന്ന് സ്ഥാപിച്ച് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിജയിച്ച് അപരനെ പരാജയപ്പെടുത്തി ശിക്ഷിക്കുന്നു, അപമാനിക്കുന്നു, ഇല്ലാതാക്കുന്നു. കോടതികളിൽ വാദിയും പ്രതിയുമുണ്ട്, വക്കാലത്തു പറയാൻ ആളുകളുമുണ്ട്. ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നു മുതൽ നിൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും വാദികളും പ്രതികളും ഉണ്ടാകുന്നുവോ, ആ നിമിഷം മുതൽ ആ കുടുംബത്തിന്, സമൂഹത്തിന് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള യോഗ്യതയേ ഇല്ല. ക്രൈസ്തവ കുടുംബങ്ങളിൽ, ക്രൈസ്തവ സമൂഹങ്ങളിൽ ആർക്കും ആരെയും തോൽപ്പിക്കാനാവില്ല. ആരെ തോൽപ്പിച്ചാലും തകരുന്നത് കുടുംബവും സമൂഹവുമാണ്. പരാജയപ്പെടുന്നത് നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവുമായ യേശുനാഥൻ മാത്രമാണ്. അവിടുന്ന് പറഞ്ഞല്ലോ വിശുദ്ധ യോഹന്നാൻ 13 ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതാണ് തൻ്റെ അനുയായികൾക്ക്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് യേശു കർത്താവ് നൽകിയ ജീവിത മാതൃക. ക്രൈസ്തവ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലും ഉണ്ടാകേണ്ടത് കുമ്പസാരക്കൂടിൻ്റെ പ്രത്യേകതയും ചൈതന്യവുമാണ്. അവിടെ ആരും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, തോൽപ്പിക്കുന്നില്ല, വാദപ്രതിവാദങ്ങളില്ല. ഒരു കാര്യം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ: കർത്താവേ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭയിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഫലമണിയും. വിശുദ്ധ യോഹന്നാൻ 17 ഈശോ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്കു നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ദൈവജനമേ, പരിശുദ്ധിയുടെ അടയാളമാണ് ഐക്യം, ഐക്യരൂപമല്ല. പരിശുദ്ധിയുടെ അടയാളമാണ് കരുണാർദ്രമായ സ്നേഹം, വെറും സ്നേഹമല്ല. പരിശുദ്ധിയുടെ അടയാളമാണ് സ്വർഗീയ വിനയം, അഭിനയമല്ല. പരിശുദ്ധിയുടെ അടയാളമാണ് നിഷ്കളങ്കമായ സന്തോഷം, ആനന്ദം. പരിശുദ്ധിയുടെ അടയാളമാണ് ദൈവീക ക്ഷമയും ആത്മശോധനയും. പരിശുദ്ധിയുടെ അടയാളമാണ് വിവേകപൂർവമായ മൗനം. പരിശുദ്ധിയുടെ അടയാളമാണ് അനുകമ്പാർദ്രമായ മനോഭാവം. പരിശുദ്ധിയുടെ അടയാളമാണ് ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥന, ആരാധനാ ഗീതികൾ. ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്കു നൽകിയ അവിടുത്തെ നാമത്തിൽ അങ്ങ് അവരെ കാത്തുകൊള്ളണമേ. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ഫലമണിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.